ഹായ്, ഡോക്ടർ പി വിജയൻ സാറുടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്, ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ടും കൂടി പങ്കുവെക്കാമെന്ന്. അപ്പോൾ ആ നിലക്കാണ് ഞാനതൊന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ആണോ, ഞാൻ വിചാരിച്ച ആ ഒരു കാര്യം ഇതിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. സമയത്തിൻ്റെ വില. കാരണം ഈ ഒരു ബുക്കിൽ ഉടനീളം പറയുന്നത് സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, സമയത്തിന് ഭയങ്കര വാല്യൂ, സമയത്തെപ്പോലെ വാല്യൂ ഉള്ളൊരു സാധനം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ലെന്ന് പറയേണ്ടി വരും. അത്രയും വാല്യൂ ഉള്ള സംഭവം. എന്നെ ഈ ഒരു ടൈം മാനേജ്മെൻറ്റിലേക്ക് കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സംഭവം കൂടി ഉണ്ട്. അതും കൂടി ഞാൻ സാന്ദർഭമായിട്ട് അറിയിക്കുന്നത്, നമ്മുടെ VD സതീശൻ സാറ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു 2024 ക്ലോസ് ചെയ്ത് 2025 പ്രവേശിക്കുന്ന സമയത്താണോ അതോ 2023 ക്ലോസ് ചെയ്ത് 2024 പ്രവേശിക്കുന്ന സമയത്താണോ എന്നറിയില്ല, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ച് തീർത്തിട്ടുണ്ട്. ആ 40 പുസ്തകത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. ഈ ഒരു വർഷം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അദ്ദേഹം ആ ഒരു വർഷത്തിൽ ചെയ്ത കാര്യത്തിൽ 40 ബുക്സ് അദ്ദേഹം വായിച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. എന്നെ ഏറെ അട്രാക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഏറെ ഇൻസ്പയർ ചെയ്തു ആ ഒരു വാക്കുകൾ. കാരണം നമുക്കും VD സതീശനും ശ്രീ പിണറായി വിജയൻ സാർക്കും നരേന്ദ്രമോദിക്കും എല്ലാവർക്കും 24 മണിക്കൂറുള്ളത്. ഇതിന് നമ്മളിൽ പലരും, സാധാരണക്കാരായ നമ്മളിൽ പലരും പറയുന്നു ഒന്നിനും സമയമില്ല, സമയം കിട്ടിയില്ല, ബുക്ക് വായിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല നമുക്ക്. ഇവിടെയാണ് സതീശൻ സാർ പറഞ്ഞ പോലെ 40 പുസ്തകം അദ്ദേഹം ഒരു വർഷം വായിച്ചു തീർത്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എത്രമാത്രം തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വാക്ക്. ഏതായാലും സമയത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വായിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ വർഷാന്ത്യ പരീക്ഷ തോറ്റ വിദ്യാർത്ഥിയോട് ചോദിക്കണം, വാർഷിക പരീക്ഷ തോറ്റൊരു വിദ്യാർത്ഥിയോട് ചോദിക്കണം ഒരു വർഷത്തിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. ഒരു പക്ഷേ അതല്ലാത്ത ആളുകൾക്ക് അതിന് വലിയ കയമ്പൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഒരു വർഷം, കഴിഞ്ഞ വർഷം, അടുത്ത വർഷം. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ 9ാം മാസം കുഞ്ഞിനെ പ്രസവിച്ച അമ്മയോട് ചോദിക്കണം. ഒരു അമ്മ ഓരോരോ മാസവും വയറ്റിലുള്ള കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അമ്മ, ആ അമ്മ 9ാം മാസം പ്രസവിച്ച ആ അമ്മയോട് ചോദിക്കണം ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു വാക്ക് മുഴുവൻ കേൾക്കണം. ഒരാഴ്ചയുടെ വില അറിയണമെങ്കിൽ ഒരു ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരോട് ചോദിക്കണം. ഓരോ ആഴ്ചയും ആ പത്രാധിപരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലാണ്. ആ ഒരു ആഴ്ചയുടെ വില അറിയണമെങ്കിൽ അയാളോട് ചോദിക്കണം. ഒരു ദിവസത്തിൻ്റെ വില അറിയണമെങ്കിൽ വലിയൊരു കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്ന ദിവസക്കൂലിക്കാരനോട് ചോദിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാലോ. ഒരു മണിക്കൂറിൻ്റെ വില അറിയണമെങ്കിൽ സമാഗമത്തിന് കാത്തു നിൽക്കുന്ന കമിതാക്കളോട് ചോദിക്കണം. കാമുകന്മാരോട് എന്താ പറയുക, ഓരോരോ മണിക്കൂറും കാത്തിരിക്കണം. ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവരോട് ചോദിക്കണം. ആദ്യമായിട്ടോ അതല്ലെങ്കിൽ പിന്നീടോ. ഒരു മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ ബസ്സോ ട്രെയിനോ പ്ലെയിനോ മിസ്സ് ചെയ്ത യാത്രക്കാരനോട് ചോദിക്കണം ഓരോ മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ. ഒരു സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളിനോട് ചോദിക്കണം. നമുക്ക് പലപ്പോഴും ഒരു മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നില്ല, നമ്മൾ കാണുന്നുണ്ടാവില്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേജുകളിലൂടെ കടന്നുപോയ ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബസ്സോ ഫ്ലൈറ്റൊക്കെ ഒരു മിനിറ്റ് സമയത്തിന് വേണ്ടി മിസ്സായിട്ടുണ്ടെങ്കിൽ, ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ചിലപ്പോൾ ഒരു ദിവസം പോലും അവർ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. പല കാര്യങ്ങളും, ദിവസം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. അതുപോലെ ഒരു സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളിനോട് ചോദിക്കണം. ഒരു മില്ലി സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഒരു അത്ലറ്റിനോട് ചോദിക്കണം. ഒരു മില്ലി സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ ഒളിമ്പിക്സിൽ നമുക്കറിയാം 4 വർഷത്തിലുടനീളം ഒരിക്കൽ വരുന്ന ഈ ഒളിമ്പിക്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും അവരുടെ ഗോൾഡും വെള്ളിയും വെങ്കലമൊക്കെ പ്രഖ്യാപിക്കുന്നത്, അല്ലേ? അവർ വിന്നറാവുന്നത്, പരാജയപ്പെടുന്നത്. അവർക്ക് ആ ഒരു മില്ലി സെക്കൻഡിൻ്റെ വില വളരെ വിലപ്പെട്ടതായിരിക്കും.
അപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒന്ന് എന്താ പറയുക, പങ്കുവെക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ വന്നത്. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു.